ശിവൻകുട്ടിയേട്ടാ, ഈ തെരഞ്ഞെടുപ്പിലെ അണ്ണൻ വിജയിക്കുകയാണെങ്കിൽ അത് ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും 2021 അതേ പാറ്റേൺ ആവർത്തിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി അതല്ല, പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ കുറേ നേതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ കാര്യമായി ഇപ്പോൾ ശബരിയും പറയുമായിരുന്നു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവാണ് അവിടെ BJP നടത്തിയത് എന്നുള്ളതാണ്, ആ മണ്ഡലത്തിൽ മാത്രം. പല ഫ്ലെക്സുകളും ഇപ്പോഴും കെട്ടാതൊക്കെ ബാക്കി ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു പണമൊഴുക്ക് അവിടെ ഉണ്ടായില്ലേ നേമത്ത്? അയ്യോ, അതിനെ സംബന്ധിച്ചിടത്തോളം അരുണെ, പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ BJP ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. BJP ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഗൗരവമുള്ള പ്രശ്നം. ഒന്ന്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുക, കാശ് കൊടുത്ത് ഗവൺമെൻറ് രൂപീകരിക്കുക. രണ്ട്, തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 209 ബൂത്തുണ്ട് നിയമമണ്ഡലത്തിൽ. ഒരിക്കലും ഞാൻ ആ തുകയൊന്നും പറയുന്നില്ല, അരുണിന് പോലും അത് വിലയിരുത്തുന്നതിന് വേണ്ടി കഴിയാത്ത രൂപത്തിൽ കോടാനുകോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. കോടാനുകോടി രൂപയാണ് അവിടെ ചെലവഴിച്ചിരിക്കുന്നത്. സമ്പത്ത് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും ഏതൊക്കെ രൂപത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ അതെല്ലാം അവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സാരി വിതരണം ചെയ്തവരെ പിടിച്ചല്ലോ, ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, പെട്ടി കൊണ്ടുപോയപ്പോൾ തകരാറായി കുഴപ്പമായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ RMSൽ വന്ന 4 പെട്ടി ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരാതി കൊടുക്കുകയും പോലീസ് കമ്മീഷണർ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ID കാർഡ് കൊണ്ട് കാണിച്ചാൽ മാത്രം മതി. ID കാർഡ് കാണിച്ചിട്ട് അയാളുടെ ടെലഫോൺ നമ്പറും കൂടെ പറഞ്ഞാൽ അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ വച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരെയില്ല. ആ ഉദ്യോഗസ്ഥന്മാർ ഗൂഗിൾ പേ നടത്തും. ഒരു വോട്ടിന് ഇത്ര രൂപ എന്ന് പറയും. ഒരു കുടുംബത്തിൽ 5 വോട്ടുണ്ടെങ്കിൽ ഒരു വോട്ടിന് 2000 രൂപ വെച്ച് 5 × 2 10,000 രൂപ അപ്പം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ അപ്പോൾ വീട്ടിൽ പോയി രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, കയറി ഇറങ്ങി നടന്ന വോട്ട് യാചിക്കേണ്ട കാര്യമില്ല. എല്ലാം പൈസ കൊടുത്ത് വാങ്ങുക. ജനാധിപത്യത്തെയും അഭിപ്രായത്തെയും എല്ലാം ചിഹ്നത്തെയും ഒക്കെ തന്നെ പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ യോഗം പോലും BJP വെച്ചില്ലല്ലോ. ആകെ പ്രധാനമന്ത്രി നിയമമണ്ഡലത്തിൽ കരമന ജംഗ്ഷനിൽ വന്ന് ഒരു 10 മിനിറ്റ് നേരം അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തിയതല്ലാതെ വേറെ ഒരു കാര്യമായിട്ടുള്ള ഒരു പൊതുസമ്മേളനമോ രാഷ്ട്രീയ വിശീർണ യോഗമോ അവരുടെ നിലപാട് എന്താണെന്നുള്ള യോഗമോ നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടില്ലെന്നതാണ് ഏറ്റവും പ്രധാനമായും ഞാൻ കാണിക്കുന്നത്.